പിന്നെ ഈ ഡോഗ് വാക്കും പന്നി വാക്കൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണമുണ്ടെന്നറിയോ? നമ്മൾക്ക് പന്നിപ്പനി, കോഴിപ്പനി, എലിപ്പനി ഇതൊന്നും നമുക്ക് പിടിക്കത്തില്ല. നമ്മളുടെ ആരോഗ്യത്തിന് നല്ല. പിന്നെ ടൂറിസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? പിന്നെ അവിടെ എല്ലാം യാത്ര ചെയ്ത് എനിക്ക് വലിയ പ്രയാസപ്പെട്ട എനിക്ക് ഒരു കാര്യമുണ്ട്. അതെ, നമ്മുടെ കേരളത്തിലെ പെൺപിള്ളേരെല്ലാം നല്ല മിടുക്കരല്ലേ? ഉറപ്പാണല്ലോ. പക്ഷെ ഇപ്പോഴുണ്ടോ ഈ പിള്ളേരെല്ലാം ഇങ്ങനെ പഠിച്ചിട്ട് പെറ നിറഞ്ഞിങ്ങനെ നിൽപ്പുണ്ട്. എങ്ങനെ കെട്ടിച്ചു വിടാനാണ്? അവിടെ കെട്ടിക്കാൻ മാറ്റുകയൊക്കെ ചെയ്യുമെന്ന് ഇവിടെ കെട്ടിക്കാൻ ഒക്കത്തില്ല. കാര്യം ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ ചാടി ചാടി പോകുന്നത് എങ്ങനെ കെട്ടിക്കാനാണ്? സത്യ പറഞ്ഞ വാസ്തവത്തിലുണ്ടോ നമ്മളൊന്നും നീ സ്വർണം ഉപയോഗിക്കുകയേ ചെയ്യില്ല. നമ്മളിവിടെ അമ്പലവും പള്ളിയൊക്കെ ഇല്ലേ? നമ്മളവിടെ കുഴിച്ചിടാം. നമ്മളവിടെ കുഴിച്ചിട്ടാല് ഒന്നുമില്ലേ 10-200 വർഷം കഴിയണം ലോകം മൊത്തം നമ്മളെ അറിയും. ഈ പന്നിക്കുഴി കുറച്ച് കഴിയുമ്പോൾ സ്വർണ്ണക്കുഴിയായി മാറാം. പന്നിക്കുഴി മാറി പൊന്നുകുഴിയാവും. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് ഈ തിരുവനന്തപുരം ആൾക്കാർക്ക് എന്തൊരു ഗമയെന്നറിയോ? എന്താന്ന് വെച്ചാല് അവരെ അവിടുത്തെ ഒരു അമ്പലം എന്താ വരുന്നതിന്റെ പേര് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് പൊന്നും സ്വർണ്ണവും എല്ലാം കിട്ടിയത്. പിന്നെ വേറെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ കൊണ്ട് ഇടാമല്ലോ മേൽവിലാസം കൂടി എഴുതിയിട്ടിട്ട് വേണം. ഒന്നില്ല 10-200 വർഷം കഴിയാതെ നിങ്ങൾക്ക് തന്നെ ആ സ്വർണം തിരിച്ചു കിട്ടും. ശരിയായി. പിന്നെ നിങ്ങൾക്കറിയാമോ ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം കസ്റ്റംസിന് ഒരു 10-300 കോടി ഇരീഡിയം പിടിച്ചു. കിരീടമല്ലേ ഇരീഡിയം. ഇപ്പൊ ഉണ്ടോ സ്വർണ്ണാഭരണം ഉണ്ടാക്കുന്നത് ചെമ്പിന് പകരം ഇരീഡിയം ചേർത്ത് ആഭരണം ഉണ്ടാക്കുന്നത്. അത് ഈ തട്ടാമാരെ കളിപ്പില്ല. പക്ഷേ ഈ ഇരീഡിയത്തിൽ ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? ഈ ഇരീഡിയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ദേഹം മൊത്തം ഒന്ന് ചൊറി. അല്ലെങ്കിലും നമുക്കതൊട്ട് കുറവല്ല ചോദിച്ചില്ല. പിന്നെ നിങ്ങളോട് വർത്താനം പറഞ്ഞിരുന്നു. എന്റെ സമയം പോയതാണെന്നില്ല. ഞാൻ ഇറങ്ങട്ടെ. ഒരു പേഴ്സണൽ കാര്യം ചോദിച്ചോട്ടെ? എപ്പോഴും കൈ കൊട്ടാൻ പറഞ്ഞത്? അതെ, ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോ ഇപ്പൊ ഉള്ള അയലല്ല, അതിന്റെ മുമ്പത്തെ ആ കുട്ടിക്കാരൻ അല്ല പേരെന്തോ ആ കുട്ടിക്കാരൻ ബുഷ് ആ ജോർജ് ബുഷ് അയാളെപ്പോ സ്റ്റേജിൽ കയറിയാലുണ്ടോ കഴിയുക. അയാൾ ഒരു വാ കുറവാണ് കഴിയുക. വാസ്തവത്തിൽ അത് നല്ല. അതിനകത്ത് 2 ഗുണമുണ്ട്. ഒന്ന്, ഈ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഒന്നും ഉറക്കം വരുത്തും. പിന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല ഉത്സാഹമാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം. നീ ഇത് കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ നടക്കുന്ന പരിപാടിക്കല്ല നിങ്ങൾ ഈ മസിൽ പിടിച്ചിരുത്താറുണ്ടോ കൈ കുത്തിക്കൊണ്ടിരിക്കുക. വളരെ നല്ല. പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഒരു കാര്യം ചോദിച്ചോട്ടെ? വിരോധമൊന്നുമില്ലല്ലോ? ദേഷ്യപ്പെടുത്തില്ലല്ലോ? ഇല്ല, ചോദിച്ചോ. ദേഷ്യപ്പെടുത്തില്ലല്ലേ? ചോദിക്കാം. മാഡത്തിന് ഞങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചു. മാഡം ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്ലെയിനിൽ നിന്ന് അടിച്ചിറക്കി വിട്ടത് അത് നേരാണ് മാഡം? ഇതാണ് തീരെ ഇഷ്ടമല്ല. അവർക്ക് തോന്നി മാസം അവർക്ക് വേണ്ടതെല്ലാം എഴുതി വെക്കാം. ഞാൻ കണ്ടു ആ മലയാളം പേപ്പറിനകത്തേക്ക് വെണ്ടയ്ക്ക വർഷത്തിൽ എഴുതി വെച്ചേക്കുന്നു. എന്ത് എഴുതി വെച്ചേക്കുന്നു? പന്നിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ പൊട്ടനെ പ്ലെയിനിൽ നിന്ന് പുറത്ത്. ഇവനൊക്കെ ആരാണ് മലയാളം പഠിപ്പിച്ചത്? ഇവനൊക്കെ വല്ല അറിയാമോ? എനിക്കങ്ങ് ശരിക്കും അരിശം വരും. അല്ല ഇത് എനിക്കറിയാം. അതാണ് ഞാൻ ഈ പറഞ്ഞത്. എനിക്ക് പത്രക്കാരെ കണ്ടുകൂടാണ്. നിങ്ങൾ ചോദിച്ചത് കാര്യം കണ്ടോ?
ഇവരെ സംശയങ്ങൾ മാറിയിട്ടില്ല. ഇത് ഞാൻ നിങ്ങളോടുള്ള സത്യം എന്ന് പറയാം. ഞാൻ ഈ വിദേശത്ത് പോയ സമയത്ത് ദുബൈയിൽ ഞാൻ ന്യൂയോർക്കിൽ പോകുന്ന സമയത്ത് എൻ്റെ സീറ്റ് നമ്പർ 48G. ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരുവിധം നല്ല ആരോഗ്യമുള്ള സ്ത്രീ വന്ന് എൻ്റെ മുമ്പിൽ പറഞ്ഞു അവരെ സീറ്റ് നമ്പറും ഇതാണ്. അവിടെ ഇതെന്താ പ്രൈവറ്റ് ബസ്സാണോ ഒന്നിനെ മണ്ടയ്ക്ക് ഒന്ന് കയറിയിരിക്കാൻ. ഞാൻ അന്നേരം എന്ത് ചെയ്യുന്നറിയോ, ആ ഇന്ത്യക്കാരത്തില്ലേ, ആ ടാപ്പിക്കാരത്തി, ആ വെയിറ്റർ, ഹോസ്റ്റൽ, അവരോട് ഞാൻ പറഞ്ഞു. അവർ ഞങ്ങൾ രണ്ടുപേരെയും ടിക്കറ്റ് അങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു മിസ്സസ് ഫോർട്ടൻ കം. അതും പറഞ്ഞ് അവരെന്നെ കൊണ്ടുപോയി. ശരിയാണ്, എന്നെ സീറ്റിൽ നിന്ന് ഇറക്കി, പക്ഷെ എന്നെ പ്ലെയിനെ നടത്തിയില്ല. എന്നെ എവിടെ കൊണ്ടുപോയി നിങ്ങൾക്ക് അറിയാമോ? മേലോട്ട്, തട്ടുമ്പുറത്തോട്ട്. തട്ടുമ്പുറത്ത് നല്ല ഇതുപോലെ എഴുതി പിടിക്കുന്ന സീറ്റൊന്നല്ല, നല്ല വിശാല സീറ്റ്. എന്ത് രസം. ആ ഫസ്റ്റ് റാങ്കിലോട്ട് എന്നെ കൊണ്ടിരുത്തി. പിന്നെ അവനൊക്കെ വിവരമുള്ളതാ, അവർക്കൊക്കെ മനസ്സിലായി ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ്, പോരായെങ്കിൽ പന്നിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അവർക്ക് മനസ്സിലായി. ഈ നാട്ടുകാർക്കൊന്നും വിവരമില്ല. നേരെ അയ്യോ ഭയങ്കര പന്നിക്കുഴി അറിയാത്ത ആൾക്കാരില്ല, എല്ലാവരും പറയും പന്നിക്കുഴി. പിന്നെ ഞാനേ പോട്ടെ, എനിക്ക് നീ പല പരിപാടി നടക്കണം, അത് എനിക്ക് പോകട്ടെ. എനിക്ക് ഒരു കാര്യം, ഒരു സംശയമുണ്ട്. ഞാൻ വിദേശത്ത് പോകുന്ന മുമ്പേ നിങ്ങൾ 2-3 പേര് എൻ്റെ ഓഫീസിൽ വന്ന് ഒരു ഫാർമത്തിൽ ഒപ്പിട്ടോണ്ട് പോയോ? ഏതാണ്ട് ഒരു കെട്ടിടം വാങ്ങിക്കാൻ. എന്നിട്ട് എന്തായി? അയ്യോ, ഈ മതം പറഞ്ഞ് നമ്മൾ എപ്പോഴും പഴക്കാം. വളരെ നല്ല. എന്നിട്ട് വാങ്ങിച്ച എല്ലാരും കണ്ടു, ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ എഴുതുന്നതിന്റെ സമയമായപ്പോൾ കുറെ ആൾക്കാർക്ക് വെളിപ്പാടുണ്ടായി. അയ്യോ, എന്തോ പറ്റി? മേഡം, അതൊരു ഷാപ്പിന്റെ അടുത്താണ്, ഞങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റുമോ? ഓ, അത് പറഞ്ഞത് ശരിയാ. നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ പിള്ളേരെ ഷാപ്പിന്റെ അടുത്ത് വെക്കുമോ? അത് ശരി. ഇപ്പം കണ്ടുപിടിച്ച് എത്രയാലും നീണ്ടി വരത്തില്ലല്ലോ. പിന്നെ ഒരു കാര്യം, ഈ നമ്മളെ കേരളത്തില് ഈ കള്ള് ഷാപ്പും ബ്യൂട്ടി പാർലറും എല്ലാം മുക്കിനില്ലേ? പിന്നെ ഇതില്ലാത്ത ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഉണ്ട്. നിങ്ങൾ അവിടെ പോയി കെട്ടിടം വെച്ചാൽ ഉണ്ടോ? ഇതിനകത്ത് 2 ഗുണമുണ്ട്. എന്താണല്ലോ, ഒന്ന് 24 മണിക്കൂറും പോലീസിന്റെ കണ്ണും കാണും. പിന്നെ ഈ പിള്ളേരെ പഠിച്ചില്ലയോ അവർക്ക് സെക്രട്ടേറിയറ്റിൽ ജോലി കിട്ടും. പിന്നെ പാലിയോടെ മന്ത്രിയാകാം. മനസ്സിലായോ? ഞാൻ എന്ത് പണി ചെയ്തത്? നിങ്ങൾ ശരി, ഞാൻ ഇറങ്ങട്ടെ, ഒത്തിരി സമയമായി.